സർ, ഈ ഡിപ്ലോമ കഴിഞ്ഞ് ബിടെക് ചെയ്യുമ്പോഴാണ് കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ്, ഓർ ഡിപ്ലോമ കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ആയിട്ട് QC എടുക്കുമ്പോഴാണ് കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ്? അഖിലേഷ്, അതിലൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ആൻസർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ ഡിപ്ലോമ കഴിഞ്ഞ കുട്ടികൾ ബിടെക്കിന് പോകുന്നവരുണ്ട്, ബിടെക് കഴിഞ്ഞിട്ട് ഇവിടെ കോഴ്സ് ചെയ്യാൻ വരുന്ന ആൾക്കാരുണ്ട്. ആക്ച്വലി നമുക്കൊരു 2010, 2015 കാലഘട്ടങ്ങളിലൊക്കെ ആണെങ്കിൽ ബിടെക്കിന് വാല്യൂ ഉണ്ടായിരുന്നു. ഇന്ന് വാല്യൂ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഡിപ്ലോമ വരെ പഠിച്ചാൽ മതി. അപ്പൊ നമുക്ക് 150+ കമ്പനിയായിട്ട് ടൈപ്പ് ഉള്ളതുകൊണ്ടും 150 പരം കമ്പനീസ് നമ്മുടെ നിന്ന് കുട്ടികളെ കൊണ്ടുപോകുന്നതുകൊണ്ടും നമ്മളതിന്റെ എന്താ പറയാ, നമുക്ക് വരുന്ന ഇമെയിലിൽ വരുന്നുള്ള മെസ്സേജുകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അവർക്ക് ഒന്നില്ലെങ്കിൽ ഡിപ്ലോമക്കാർ അല്ലെങ്കിൽ ബിടെക്കാർ, അത് മാത്രം മതി അവർക്ക്. ഇപ്പോൾ പണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ബിടെക്കാർക്ക് വേറെ സാലറി, ഡിപ്ലോമക്കാർക്ക് വേറെ സാലറി ആയിരുന്നു. ഇത് ആകെ കൊടുക്കുന്നത് ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ. ഡിപ്ലോമ ബിടെക് എന്ന് പറഞ്ഞൊരു കാറ്റഗറീനെ ഡിവൈഡ് ചെയ്യുന്നത് സംഭവം കറക്റ്റ് തന്നെയാണ്. ഇവര് കുറച്ചും കൂടി ഡീപ്പായിട്ട് പഠിച്ചിട്ട് കുറച്ചും കൂടി നല്ലൊരു എഞ്ചിനീയർ ആയിട്ട് വരികയാണ് ഈ ബിടെക്കാർ കഴിഞ്ഞ് കഴിഞ്ഞാൽ. സാധാരണ നമുക്ക് ഡിപ്ലോമ മാത്രം പഠിച്ചാൽ മതി. ഇപ്പൊ ഡിപ്ലോമ കഴിഞ്ഞിട്ട് NDT പഠിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ബിടെക് കഴിഞ്ഞിട്ട് 22 വയസ്സിലൊക്കെ പാസ് ഔട്ട് ആയി വരുമ്പോൾ, ഇപ്പൊ ഡിപ്ലോമ എന്ന് പറയുമ്പോൾ ഒരു 20 വയസ്സിൽ പാസ് ഔട്ട് ആയി വരുമ്പോൾ അവന് ആ ഡിപ്ലോമ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവന് ജോലിയിലേക്ക് കയറാം. ഒരു QC എഞ്ചിനീയർ അല്ലെങ്കിൽ QC ഇൻസ്പെക്ടർ അല്ലെങ്കിൽ NDT എഞ്ചിനീയർ ആയിട്ട് നമുക്ക് കയറാൻ പറ്റും. അപ്പൊ ഈ 3 വർഷം വെറുതെ നമ്മൾ കളയേണ്ട ആവശ്യമില്ല. അപ്പൊ ആ 3 വർഷം നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടാക്കും. അപ്പോഴും ആ ബിടെക്കാരൊന്ന് ആലോചിച്ച് നോക്ക്, അവിടെ ആ ബിടെക് കഴിഞ്ഞ് ഇറങ്ങണേ ഉണ്ടാവുള്ളൂ. ബിടെക് കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് ഡിപ്ലോമക്കാരൻ ഇവിടെ 3 വർഷത്തെ എക്സ്പീരിയൻസ് നേടിയെടുക്കുകയാണ്. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്നത്, ഡിപ്ലോമ കഴിഞ്ഞിട്ട് നേരിട്ട് വന്നിട്ട് NDT QC ചെയ്യണതാണ് ഏറ്റവും ബെറ്റർ. ഇനിയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ബിടെക്കിന് പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, താങ്ക് യു സർ.